നീ ഇവൾക്ക് എന്താടാ തിന്നാൻ കൊടുക്കുന്നത്? ഇവളങ്ങ് തടിച്ചല്ലോ. ലിജിയെ ഒന്ന് നോക്കിയാണ് അയാളത് പറഞ്ഞത്. ജെറി അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ലിജി അത് കൃത്യമായി കണ്ടു. തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഈ അങ്കിൾ ഇതെന്ത് ഭാവിച്ചാണ്? വീണ്ടും അവൾക്ക് ടെൻഷനായി. ആ വന്നേ, നമുക്ക് ഹാളിലേക്ക് ഇരിക്കാം. എത്ര നേരമായി നിൽക്കുന്നേ? അങ്കിൾ ഇതും പറഞ്ഞ് ഹാളിലേക്ക് നടന്നു. ലിജിയും ജെറിയുടെ മുഖവും നോക്കി ഒരു ഭാഗഭേദവുമില്ലാതെ അയാളുടെ പുറകെ നടന്നു. അവർക്ക് രണ്ടുപേർക്കും മറ്റുള്ള മുന്നിൽ അഭിനയിക്കാനല്ലാതെ പരസ്പരം മിണ്ടാൻ പോലും താല്പര്യമില്ലായിരുന്നു. അങ്കിൾ, എൻ്റെ പുതിയ സൗണ്ട് സിസ്റ്റം കണ്ടോ? കിടിലൻ സൗണ്ടാണ്. ഗെയിമൊക്കെ കളിക്കാൻ കിടിക്കാച്ച സാധനമാണ്. ജോസ് ഒരു ചെറിയ പുച്ഛത്തോടെ അവനെ നോക്കി. നീ ഗെയിമൊന്നും കളി ഇതുവരെ നിർത്തിയില്ലേ? നിനക്ക് വേറെ വല്ല കളിയും കളിച്ചൂടെ? ലിജിയെ നോക്കിക്കൊണ്ടാണ് അയാളത് പറഞ്ഞത്. മമ്മിയും ആൻറ്റിയും ഒക്കെ ഇരിക്കുന്ന സ്ഥലം. അവൾ തല താഴ്ത്തി നിന്നതേ ഉള്ളൂ. ഓ, അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ? ആ കൊച്ചു തന്നെ കിടന്ന് പണിയെടുത്താലും ഇവനിവിടെ ഗെയിമിങ് കളിച്ചിരിക്കും. ലീലാമ്മ ചേട്ടത്തി ഇത്തിരി സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. രംഗം വേറെ രീതിയിൽ പോകുമെന്ന് കണ്ട് ഷെർലി ആൻറ്റി പയ്യെ വിഷയം മാറ്റി. അല്ല, ഇച്ചാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് പോയിട്ട് എന്തൊക്കെ പണിയുള്ളതാണെന്ന് അറിയാമോ? ആ, ഇപ്പോൾ ഞാനായ കുറ്റക്കാരൻ. നീ വന്നപാടെ ചേച്ചിയുടെ ചെവിയെന്നാൻ പോയിട്ട് സമയം കളഞ്ഞതും പോരാ. പിന്നെ എങ്കിൽ അങ്ങോട്ട് ഇറങ്ങ്. ഷെർലി ആൻറ്റി പോകാനായി എഴുന്നേറ്റു. കൂടെ ജോസങ്ങളും. അങ്കിൾ, ഇനി എന്താണ് എറണാകുളത്തേക്ക്? ഇനി ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമടാ. അടുത്താഴ്ച പോകുന്നുള്ളൂ. ഇത് പറഞ്ഞിട്ട് ജോസങ്കൽ ലിജിയെ ഇടങ്ങണ്ണിട്ട് ഒന്ന് നോക്കി. അവൾ കണ്ടെങ്കിലും പെട്ടെന്ന് തല താഴ്ത്തി കളഞ്ഞു. ഡാ കൊച്ചനെ, കുഞ്ഞു കളിക്കാതെ ഈ ആഴ്ച തന്നെ നിന്റെ പപ്പയെ ചെക്കപ്പിന് കൊണ്ടുപോകണം കേട്ടോ. ഞാൻ വിളിച്ചു ചോദിക്കും. നീ അങ്ങ് വന്നേ. ഷെർലി ആൻറ്റി ജെറിയുടെ അടുത്തേക്ക് വിളിച്ച് സ്വകാര്യം പറഞ്ഞു. ഡാ ചെക്ക, വയസ്സാം കാലത്ത് ചേച്ചിയിട്ട് ഇങ്ങനെ തീയതിയിട്ടിക്കരുത് കേട്ടോ. നീ കുറച്ചുകൂടെ ഉഷാറായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. പാവം, നിന്റെ കാര്യം പറഞ്ഞ് വിഷമിക്കാനേ അവർക്ക് നേരമുള്ളൂ. പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ ഞാനെന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? പ്രായം കയറി പോവാ രണ്ടിനും. നീയും അവളും കൂടി അതിനൊരു തീരുമാനമുണ്ടാക്കണം കേട്ടോ മോനെ. എന്നാൽ ശരി, അപ്പോൾ നാളെ പള്ളിയിൽ കാണാം. ജെറിയോട് രഹസ്യം പറച്ചിലിന് ശേഷം അങ്കിളും ആൻറ്റിയും പോകാനേ ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. അവർ കാറിൽ കയറി പോകുന്നത് അവർ നോക്കി നിന്നു. ലിജിക്കറിയാം ആൻറ്റി എന്തായിരിക്കും ജെറിയോട് പറഞ്ഞതെന്ന്. വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒരു കുഞ്ഞിൻ്റെ കാര്യവും ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം. അവൾ ഇതൊക്കെ എന്നെഴുതി തള്ളിയതാണ്. നന്നാവില്ല. പിന്നെ കൊച്ചിൻ്റെ കാര്യം, അതിനിപ്പോൾ മാതാവ് ദിവ്യഗർഭം ധരിച്ച പോലെ എങ്ങാനും ഞാൻ പെറ്റാലെ നടക്കുമെന്ന് ഇവർക്കൊന്നും അറിയില്ലല്ലോ. അവർ പോയ ശേഷം ആ വീട് വീണ്ടും മൂകമായി. ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ നോക്കി മൂന്ന് വഴിക്ക് പോയി. ദേ, ഈ ആഴ്ച തന്നെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനുള്ള പരിപാടി നോക്കണം. വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. കിടക്കാനുള്ള കട്ടിൽ ഒരുക്കുന്നതിനിടയിൽ ലിജി ജെറിയോട് സ്വാഭാവികമായി ദേഷ്യത്തോടെ പറഞ്ഞു. ആ, ഞാൻ പറഞ്ഞല്ലോ കൊണ്ടുപോകാമെന്ന്. ആ, പറഞ്ഞാൽ പോരാ, ചെയ്യണം. എല്ലാ മാസവും അതെങ്കിലും കൃത്യമായി ഒന്ന് ചെയ്. ആ, ചെയ്യാം. നീ വരില്ലേ കൂടെ? ഏ, ഞാനെന്തിനാ വരുന്നത്? തന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതി. മമ്മി വരും കൂടെ. ഈ വീട്ടിലെ പണി തന്നെ എനിക്ക് എടുക്കാൻ വയ്യ. ഇനി അത് കഴിഞ്ഞ് അതിനും തന്നെ ഞാൻ വരണമായിരിക്കും. ഓഫ്, ഓക്കെ. ജെറി മറുപടി ചുരുക്കത്തിൽ പറഞ്ഞ് കട്ടിലിൽ അവൻ്റെ സൈഡിലേക്ക് നീങ്ങിക്കിടന്നു. ലിജി അവളുടെ സൈഡിലേക്കും. രണ്ടുപേരും എതിർ ദിശയിലേക്കുള്ള ആ കിടപ്പ് അവരുടെ ദാമ്പത്യത്തിൽ ഒരു നേർക്കാഴ്ചയാണ്. ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്നതൊക്കെ ശരിയാണ്. ലിജിയെപ്പോലെ ഒരു പെണ്ണ് മിടുക്കി. നിങ്ങൾ കരുതും ലിജിയുടെ ജെറിയുള്ള പെരുമാറ്റം കുറച്ച് ഓവറല്ലേ എന്ന്. പക്ഷേ അങ്ങനെയല്ല. ലിജി ആയതുകൊണ്ടാണ് അവനെ സഹിക്കുന്നത്. അവനെ കുറ്റം പറയാനും പറ്റില്ല. ഒറ്റ മോനായതുകൊണ്ട് ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാതെ വളർത്തി. ഒരു കിഴങ്ങനായി അവൻ വളർന്നു. അനുഭവിക്കുന്നതോ ഒരു പെങ്കൊച്ചു.
ലിജി ഉറങ്ങിയിട്ടില്ല. അവൾക്കുറങ്ങാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൾ അയവിറക്കി. താൻ ചെയ്തത് എന്ത് അബദ്ധമാണ്. അവസാനം അങ്കിൾ ആശ്വസിപ്പിച്ചെങ്കിലും പിന്നീടുള്ള അയാളുടെ നോട്ടവും പെരുമാറ്റവും ഒക്കെ അത്രയ്ക്ക് നല്ലതായി അവൾക്ക് തോന്നിയില്ല. ഇനി ഒരാഴ്ച ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പുറത്ത് നല്ല മഴയുണ്ട്, നല്ല തണുപ്പും. ഓരോന്നാലോചിച്ച് കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. ജോസ് ഉറങ്ങിയിട്ടില്ല. അയാളും സ്വപ്ന ലോകത്തിലാണ്. മനസ്സിൽ പലതും കണക്ക് കൂട്ടുകയാണ്. ആ ചെറുത്തിണ്ടിയെ കൊണ്ട് നമുക്കിങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെ. ഇതിൽ നന്ദി പറയേണ്ടത് ഷെർലിയോടാണ്. അവളുടെ കഥ പറച്ചിൽ കാരണമാണല്ലോ അവൾ വന്ന് എൻ്റെ വലയിൽ വീണത്. ജോസിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ലിജിയെ തന്നെ ആലോചിച്ച് കിടക്കാണ് അയാൾ. അതിനിടയിൽ അയാളുടെ കൊമ്പനോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. നീ തിടുക്കം കാട്ടല്ലേ, നിനക്കുള്ളത് ഞാൻ തരാം, അതിനുള്ള സമയമാവട്ടെ എന്ന്. ജോസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പതിയെ ഉറങ്ങാൻ തന്നെ തീരുമാനിച്ചു. രാവിലെ പള്ളിയിൽ പോകണം. അവളുടെ ദർശനമെങ്കിലും കിട്ടണം രാവിലെ. മമ്മി മുന്നിൽ കയറിക്കോ, ഞാൻ ബാക്കിലിരുന്നോളാം. പള്ളിയിലേക്കുള്ള യാത്രയിൽ കാറിൻ്റെ ബാക്കിൽ കയറാനായി തുടങ്ങിയ ലിജിയെ മമ്മി തടഞ്ഞു. എന്തിനാ മോളെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് പള്ളിയിൽ പലരും ചോദിക്കുന്നത്. മോള് വന്ന് എവിടെ ഇരിക്ക്, മമ്മി ബാക്കിലിരുന്നോളാം. ഒന്നും മിണ്ടാതെ ലിജി കാറിൻ്റെ മുന്നിൽ കയറിയെന്നു. മോളെ മെഴുതിരി എടുത്തില്ലേ? പപ്പ പ്രത്യേകം പറഞ്ഞതാ, അപ്പച്ചൻ്റെ കല്ലറയിൽ കത്തിക്കണം. ബുധനാഴ്ച ആണ്ടിനോ പോയി കത്തിച്ചില്ല, എന്തെങ്കിലും ചെയ്യണം. ലിജി പുറത്തേക്ക് നോക്കിയിരുന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. മെഴുകുതിരി അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് നനുത്ത മഴ. പള്ളിയിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരം അത്രയും ആ കാറിൽ ആരും തമ്മിൽ ഒരു വാക്കുപോലും മിണ്ടിയില്ല. കാറ് പള്ളിയിലേക്ക് കയറി പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിയുമ്പോൾ തന്നെ പള്ളി വരാന്തയിൽ ജോസങ്കിൾ നിൽക്കുന്നത് ലിജി കണ്ടു. എന്തോ പെട്ടെന്ന് അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ഇതവൾ പ്രതീക്ഷിച്ചിരുന്നു. രാവിലെ പള്ളിയിൽ അയാൾ തനിക്കായി കാത്തു നിൽക്കുമെന്ന്. അവൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ആണുങ്ങളെ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവളുടെ പുറകെ എത്ര പേർ നടന്നതാണ്. എന്തിനേറെ പറയുന്നു, കോളേജിലെ സാർമാർ വരെ അവളുടെ പുറകെ നടന്നിട്ടുണ്ട്. ചിലർക്ക് പ്രേമമാണെങ്കിൽ ചിലർക്ക് സൗന്ദര്യത്തോടുള്ള അടങ്ങാത്ത ദാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അവരുടെ അടുത്ത നീക്കമൊക്കെ അവൾക്ക് സുപരിചിതമായിരുന്നു. കാറിനുള്ളിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾ തൻ്റെ വേഷം നന്നായി പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു ചുവന്ന സാരിയാണ് അവളന്ന് ധരിച്ചത്. ഒരു ചെറിയ പൊട്ടും നീളമുള്ള ഒരു കമ്മലും വളരെ കുറച്ച് വളകളും മാത്രമായിരുന്നു അവളുടെ ഒരുക്കം. പക്ഷേ ലിജിയെപ്പോലെ ഒരു പെണ്ണിന് അത് മതി. മഴ വകവെക്കാതെ അവർ 3 പേരും പള്ളിയിലേക്ക് അല്പം വേഗത്തിൽ നടന്നു കയറി. വന്ന പാടെ അവരോട് കുശലം ചോദിക്കാൻ ജോസങ്കിൾ വന്നിരുന്നു. കുർബാനയ്ക്ക് വൈകിയതുകൊണ്ട് സമയം കളയാതെ തന്നെ അവർ അകത്തേക്ക് പോയി. ജെറി അകത്തേക്ക് പോവാതെ നേരെ പോയത് പുറത്തെ മരത്തണലിൽ നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ്. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് പള്ളി തിണ്ണയിൽ തന്നെ ജോസങ്കിൾ നിൽക്കുന്നുണ്ട്. പേരിനാരോട് കൊച്ചുവർത്താനം പറയുന്നുണ്ട്. അയാൾക്ക് അല്ലെങ്കിലും പള്ളി നടക്കുന്ന കാര്യങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. സാധാരണ റോഡിലിറങ്ങി കട്ടനൊക്കെ കുടിച്ച് വരാറാണ് പതിവ്. പക്ഷേ ഇന്നത് പറ്റില്ലല്ലോ. മഴ നന്നായി ഉറച്ചല്ലോ മമ്മി, കുടയാണെങ്കിൽ എടുത്തുമില്ല. അയ്യോ മോളെ, ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോൾ ഓർത്തതാണ് കുട എടുത്ത് വെക്കണമെന്ന്. ഇറങ്ങിയപ്പോൾ മറന്നു. സാരമില്ല, ജെറിയോട് ആരെങ്കിലോടും ഒരു കുട മേടിച്ച് വരാൻ പറയാം. കുർബാന കഴിഞ്ഞ് അച്ഛനെയും ഒന്ന് കണ്ട് അമ്മച്ചിമാരോടുള്ള കൊച്ചു വർത്താനവും കഴിഞ്ഞ് പള്ളി വരാന്തയിൽ വന്നപ്പോഴേക്കും ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് വന്ന് ജെറിയെ നോക്കുമ്പോൾ അവനെ അവിടെയെങ്ങും കാണാനുമില്ല. അവനെ കാണുന്നില്ലല്ലോ മോളെ. മോളവൻ്റെ മൊബൈലിൽ ഒന്ന് വിളിച്ചേ. ആരോടെങ്കിലും കുട വാങ്ങി ഇങ്ങോട്ട് വരാൻ പറ. സെമിത്തേരിയിൽ പോയി മെഴുതിരി കത്തിക്കണ്ടേ. ഞാൻ എങ്ങനെ വിളിക്കാനാ മമ്മി? മൊബൈലൊക്കെ കാറിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഷേടാ, ഈ ചെറുക്കൻ ഇതെവിടെ പോയി കിടക്കുന്നു? ഇവനെ ഒരാവശ്യത്തിന് നോക്കിയാൽ പിന്നെ കിട്ടില്ലല്ലോ. അത് പിന്നെ പുതിയ സംഭവമൊന്നും അല്ലല്ലോ മമ്മി. എന്താവശ്യത്തിനാ അങ്ങനെ കിട്ടിയിട്ടുള്ളത്? ലിജി തകർത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി പല്ല് തിരുമ്മി.
അവിടെ ജെറിയെ കാത്തു നിൽക്കാനല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. ചേച്ചി, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന ജോസങ്ങളെയാണ് അവരെ കണ്ടത്. ഓഹ്, എന്നെ പറയാനാ, ആ ചെറുക്കനെ നോക്കി നിൽക്കുക. കുടയുമില്ല, മൊബൈലും കാറിലാണ്. നിന്റെ കയ്യിൽ മൊബൈലുണ്ടെങ്കിൽ അവനെ ഒന്ന് വിളിച്ചേ. നിമിഷ നേരം കൊണ്ട് ജോസ് തൻ്റെ മൊബൈൽ പുറകുവശത്തെ പോക്കറ്റിൽ നിന്നും മാറ്റി നിഷ്കളങ്കമായി അവരുടെ മുന്നിലേക്ക് നിന്നു. അയ്യോ ചേച്ചി, ഞാൻ മൊബൈൽ കാറിൽ വെച്ചിട്ടാണ് ഇങ്ങ് പോകുന്നത്. ചേച്ചി ഒരു കാര്യം ചെയ്, ഷെർലി ദാ ഹോളിലിരിക്കുന്നുണ്ട്, അവളുടെ അടുത്ത് പോയിരിക്കെ. എത്ര നേരം ഇങ്ങനെ നിൽക്കും? ജോസ് കുറച്ച് നല്ലവനായി അഭിനയിച്ചു. അയാൾക്കറിയാം തൻ്റെ മുന്നിൽ എന്തോ ഒരു അവസരം കാത്തു നിൽക്കുന്നുണ്ടെന്ന്. ജോസിന് ഇതൊക്കെ മണത്തരാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. അയാൾ ക്ഷമയോടെ തൻ്റെ അവസരത്തിനായി കാത്തിരുന്നു. അങ്ങേര് പ്രത്യേകം പറഞ്ഞു വിട്ടതാണ് എന്ന് കത്തിക്കണമെന്ന്. ആണ്ടിനോ കത്തിച്ചില്ല. ഇവൾക്കൊന്ന് അത്രയിടം വരെ പോകാനായിരുന്നു ആ ചെക്കനെ നോക്കി നിൽക്കുന്നത്. ജോസ് കാത്തിരുന്ന അവസരം അയാളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഞാനും ദാ സെമിത്തേരി വരെ പോകാൻ ഇറങ്ങിയതാ. അപ്പൻ്റെ കല്ലറയിൽ പോയിട്ട് തന്നെ മാസങ്ങളായി. അതിന് നിന്റെ കയ്യിൽ കൂടെയുണ്ടോ? പിന്നെ എൻ്റെ കൂടെയല്ലേ ആ ഇരിക്കുന്നത്. ജോസ് തൂണിൽ ചാരിയിരിക്കുന്ന കുട ചൂണ്ടി പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അയാൾ ചേച്ചിയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. എടാ, എങ്കിൽ നീ ഇവളെയും കൂട്ടി ആ സെമിത്തേരിയിൽ പോയിട്ട് വാ. അവനെ കാത്തു നിൽക്കാൻ ഇനി നടക്കില്ല. മോളേടി, നീ അങ്കിളുടെ കൂടെ പോയിട്ട് വാ. ഇല്ല മമ്മി, ജെറിച്ചായം വരട്ടെ, എന്നിട്ട് പോകാം. മോളെ, നിനക്കറിയാത്ത കാര്യമല്ലല്ലോ അവൻ്റെ. കാര്യം നടക്കണമെങ്കിൽ നീ അങ്കിളുടെ കൂടെ പോയിട്ട് വാ. തൻ്റെ മനസ്സിലെ പൊട്ടിത്തെറിക്കുന്ന സന്തോഷം മുഖത്ത് കാണിക്കാതെ വളരെ സീരിയസ് ആയി വേണമെങ്കിൽ വന്നാൽ മതി എന്ന മട്ടിൽ ജോസ് വരാന്തലിരുന്ന് കുടയെടുത്ത് നിവർത്തി അവരെ നോക്കി. വരുന്നില്ലെങ്കിൽ ഞാൻ പോട്ടെ ചേച്ചി, എനിക്ക് ചെന്നിട്ട് കുറച്ച് പണിയുള്ളതാണ്. വരുവാണെങ്കിൽ ഞാൻ വന്നേനെ. നിങ്ങൾ പോകുന്ന വഴിക്ക് വീട്ടിലിറക്കാം. ചേച്ചിയുടെ മുട്ടുവേദനയും വയ്യായ്മയും ചെറിയൊരു ഉഴപ്പൻ സ്വഭാവവും എല്ലാം അറിയാവുന്ന ജോസ് ലീലാമ്മ ചേട്ടത്തിക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു ഓഫർ അവരുടെ മുന്നിലേക്ക് വെച്ചു. ആ, നിന്നോടാ, നീ ഇവിടെ കൂടി കൊണ്ടുപോക്കോ. ഡി കൊച്ചേ, നീ ഇവൻ്റെ കൂടെ പോയിട്ട് വന്നേ. എനിക്കിങ്ങനെ നിൽക്കാൻ മേല. ഇവൻ്റെ കൂടെ പോയാൽ നേരത്തെ ചെന്ന് എന്തെങ്കിലും കഴിക്കാം. എനിക്കിപ്പോൾ തന്നെ ഗ്യാസ് കയറുന്നു. ലീലാമ്മ ചേട്ടത്തിയുടെ സ്വരം കടുത്തു. പുറമെ കാണിക്കുന്ന ചേട്ടത്തിക്ക് മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടെന്ന് ലിജിക്ക് നന്നായി അറിയായിരുന്നു. അവൾ അവസാന പ്രതീക്ഷയോടെ പുറത്തേക്കൊന്ന് നോക്കി. അവിടെ എങ്ങും ജെറിയില്ല. അവൾ നെടുവേർപ്പോടെ ജോസിനെ നോക്കി. ഗൗരവത്തോടെ നിന്ന അയാളുടെ ചുണ്ടിലെ ചിരി അവൾക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഒരു പ്രാവശ്യം കൂടി പുറത്തേക്ക് നോക്കിയിട്ട് അവൾ ദയനീയമായി ലീലാമ്മ ചേട്ടത്തിയെ നോക്കി. മോള് പോയിട്ട് വാ, മമ്മിക്ക് നന്നായി വിശക്കുന്നു. ഷുഗർ എങ്ങാനും കുറഞ്ഞു പോയാൽ മോൾക്കറിയാലോ. നമുക്ക് ഇവൻ്റെ കൂടെ അങ്ങ് വീട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യാം. ലിജി മനസ്സില്ലാ മനസ്സോടെ മുന്നിലേക്ക് നീങ്ങി. അവളുടെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. അവൾ സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് ജോസിൻ്റെ കൂടയിലേക്ക് കയറി. പള്ളിയിൽ നിന്നും സെമിത്തേരിയിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം. പള്ളിയുടെ ബാക്കിലെ ചെറിയ ഗേറ്റ് വഴി താഴേക്കിറങ്ങുന്നവരെ ജോസ് അവളുമായി ഒരകലം പാലിച്ചിരുന്നു. മഴ നല്ല ശക്തി പ്രാപിക്കുകയാണ്. ജോസുമായി അകലം പ്രാപിച്ച് നടക്കുന്നത് കൊണ്ട് ലിജിയുടെ വലതുവശം നന്നായി നനയുന്നുണ്ടായിരുന്നു. ജോസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെണ്ടമേളം നടക്കുന്നുണ്ടായിരുന്നു. തൻ്റെ സ്വപ്നസുന്ദരി തൻ്റെയൊപ്പം ഒരു കൊടക്കീഴിൽ. ഇന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ അയാളുടെ കണ്ണ് ഒന്ന് തള്ളിയിരുന്നു. എന്താ മോളെ ഇങ്ങനെ നനയുന്നത്? കുറച്ചിങ്ങോട്ട് ചേർന്ന് നടന്നോ? ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. പള്ളി കോമ്പൗണ്ട് കഴിഞ്ഞതും ജോസ് പതിയെ തൻ്റെ സ്വഭാവം പുറത്തേക്കെടുത്തു. പള്ളി കോമ്പൗണ്ട് കഴിഞ്ഞാൽ ഇടുങ്ങിയൊരു വഴിയാണ് സെമിത്തേരിയിലേക്കുള്ളത്. 2 സൈഡും പായൽ പിടിച്ച മതിലും കല്ല് വിരിച്ച നടുവഴിയും. ലിജി അയാൾക്ക് മറുപടിയൊന്നും നൽകിയില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. ഒരു സൈഡിൽ ജോസങ്ങൾ എന്ന പ്രശ്നം, മറു സൈഡിൽ ശക്തമായ മഴയിൽ തൻ്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു കുതിരുന്നു. തണുത്തിട്ട് അവൾ വിറയ്ക്കാനും തുടങ്ങി. ജോസ് അവളോട് ചേർന്ന് നടക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ ലിജിയോട് നന്നായി ചേർന്ന് നടന്നു. അയാൾ പതിയെ അവളെ നോക്കി. അവൾ തല താഴ്ത്തി നടക്കാണ്.
അപ്പോഴേക്കും ഷീറ്റിട്ട സെമിത്തേരിയിലേക്ക് അവരെത്തിയിരുന്നു. അകത്തേക്ക് കയറിയതും അവൾ അയാളിൽ നിന്നും അകന്നു മാറി. തന്നിൽ നിന്നും മാറി കല്ലറിലേക്ക് നടന്ന അവളെ അയാൾ നോക്കി. ജോസെ കാണാറില്ലല്ലോ. സെമിത്തേരിയിൽ ആകെ ഉണ്ടായിരുന്ന ലില്ലിച്ചേട്ടത്തിയും സൂസിയും പോകാനായി ഇറങ്ങിയപ്പോൾ ജോസിനോട് കുശലം ചോദിച്ചു. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ ചേച്ചി. ഡെന്നീസ് വിളിക്കാറൊക്കെ ഉണ്ടോ? ആ, വല്ലപ്പോഴും വിളിച്ചാലായി. നമ്മളെയൊക്കെ ആർക്ക് വേണം ജോസെ ഇപ്പോൾ? ഒരു ദീർഘനിശ്വാസത്തോടെ ഇതും പറഞ്ഞ് അവ രണ്ടുപേരും ഒരു ചെറിയ കയറ്റം നടന്ന് കയറിപ്പോയി. ജോസ് അവരെ നിന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് ലിജിയെ നോക്കി. അവൾ കല്ലറയിൽ മെഴുതിരി കത്തിക്കുകയാണ്. ലിജിയുടെ മനസ്സ് ഒരു മായാലോകത്തായിരുന്നു. മഴ, തണുപ്പ്, തന്നെ അതിയായി മോഹിപ്പിക്കുന്ന ഒരു പുരുഷൻ്റെ സാമീപ്യം. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല അനുഭവമാണ്. തന്നെ ഓർത്ത് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു പുരുഷൻ. അവൻ്റെ പരാക്രമങ്ങൾ, അവൻ്റെ ചേഷ്ടകൾ, ചെയ്തികളൊക്കെ അവൾ ആസ്വദിക്കും. ഇവിടെ ലിജി അയാളുടെ സാമീപ്യം ആസ്വദിക്കുന്നുണ്ടെന്നല്ല, എങ്കിലും തൻ്റെ മനസ്സിലെന്താണെന്ന് അവൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് അവളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ മെഴുതിരി കത്തിച്ച് കഴിഞ്ഞു പോകാനായി അയാളുടെ അടുത്തേക്ക് നടന്നു. അവിടെ വന്ന് ഒന്നും പറയാതെ അവൾ പുറത്തേക്ക് നോക്കി നിന്നതേ ഉള്ളൂ. മഴ കോരി ഒഴുകുന്നുണ്ടല്ലോ മോളെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പോയാൽ പോരെ? അയാൾ ചോദിച്ചു. അയാളുടെ നോട്ടം അവൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അയാളുടെ മുഖത്ത് നോക്കാതെ തന്നെ അവൾ പോകാൻ ധൃതി വെച്ചു. ഇല്ലങ്ങളെ, മമ്മി വിശന്ന് നിൽക്കുകയാണ്, നമുക്ക് പോകാം, അവൾ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ പിന്നെ പോയേക്കാം, ലിജിമോള് പറഞ്ഞാൽ പിന്നെ അങ്കിളിന് അതിനപ്പുറമില്ല. ജോസ് ചെറുതായി ഒന്ന് പതപ്പിച്ച് കുട തുറന്നു. അങ്ങനെ അയാൾ പല സർക്കസുകളും കുടയിൽ നിന്നും ഒപ്പിച്ചു. പള്ളി കോമ്പൗണ്ടിലേക്ക് കയറുന്ന തൊട്ടു മുമ്പ് എല്ലാം അയാൾ അവസാനിപ്പിക്കുകയും ചെയ്തു. വാ മോളെ, മോളെ ഞാൻ കാറിലിരുത്തിയിട്ട് ചേച്ചിയെ വിളിച്ചിട്ട് വരാം. അവൾക്ക് അയാൾ പറയുന്ന പോലെ കേൾക്കാൻ മാത്രമേ അപ്പോൾ കഴിഞ്ഞുള്ളൂ. അവൾ കാറിലേക്ക് കയറുമ്പോഴും അടിമുടി നനഞ്ഞിരുന്നു. അയ്യോ, മൊത്തം നനഞ്ഞല്ലോ മോളെ. ഡോറടിച്ച് അയാൾ ലീലാമ്മ ചേട്ടത്തെ വിളിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ തണുത്തു വിറച്ച് തൊട്ടു മുമ്പ് നടന്നതിനെപ്പറ്റി മഴയത്ത് നോക്കിയിരുന്ന് ആലോചിക്കുകയാണ് ലിജി. അവൾ വീട്ടിലേക്ക് പോകുന്ന വഴി ക്ലബിന് മുന്നിൽ ജെറി കൂട്ടുകാരുമൊത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ലിജി കാറിനുള്ളിലിരുന്ന് പുച്ഛത്തോടെ അവനെ നോക്കി. കാറിൽ കയറിയ സമയം മുതൽ ജോസങ്ങൾ കണ്ണാടിയിലൂടെ തന്നെ നിരീക്ഷിക്കുന്നത് അവൾ കണ്ടില്ലെന്ന് നടിച്ചു. കാറിൻ്റെ മുന്നിലിരിക്കുന്ന ഷെർലി ആൻറ്റിയുടെ വാ തോരാതെയുള്ള വർത്തമാനങ്ങളൊന്നും അവൾ ശ്രദ്ധിച്ചതേയില്ല. എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് എത്തിയാൽ മതിയെന്ന അവസ്ഥയിലായിരുന്നു അവൾ.